സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ പല മനുഷ്യനെയും തല കുനിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് നിന്നോടുള്ള സന്ദേശം, കൊയ്ത്ത് കൊതിക്കുന്ന നീ തല കുനിച്ചു നിൽക്കരുത്, തല നിവർത്തി പിടിച്ചു നിൽക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഇന്ന് ധ്യാനിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 4:35. 4-ാം അധ്യായം 35-ാം വാക്യം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ത് പ്രസംഗിക്കണമെന്ന് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം എനിക്കൊരു സന്ദേശം തന്നു. എൻ്റെ ജനത്തിന് ഒരു കൊയ്ത്ത് വെളിപ്പെടാൻ പോകുന്നു. അതായിരിക്കും ഇവിടെ ധ്യാനിക്കാൻ പോകുന്ന സ്തോത്രം വചനം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ 33.5 വർഷത്തെ ഈ ഭൂമിയിലെ വാസത്തിൽ 3.5 വർഷം യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവരെ അയക്കുമ്പോൾ കർത്താവ് ഈരണ്ടായിട്ട് അയച്ചു. വഴിയിൽ വടിയും പൊക്കണോ എടുക്കണ്ട, നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് പ്രസംഗിക്കണം, രോഗികളെ കണ്ട സൗഖ്യമാക്കണം, മരിച്ചവരെ കണ്ട ഉയർപ്പിച്ചേക്കണം. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അയക്കുന്നത് ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കാണ്. ശിഷ്യന്മാരുടെ ശുശ്രൂഷ കാണാതെ പോയ ആടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യാത്ര ചെയ്ത് വരുമ്പോൾ ശമരിയയിലേക്ക് കയറി. യഹൂദന്മാരും ശമരിയരും തമ്മിൽ അന്ന് വലിയ സംസർഗമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. യേശു അന്ന് അടിച്ചുകൊണ്ട് ശമരിയിലേക്ക് കയറി. ശമരിയിലോട്ട് യേശു കയറി ഒരു ഉറവയുടെ അടുക്കൽ യേശു ചെന്ന് നിൽക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞങ്ങൾ പട്ടണത്തിൽ പോയി ആഹാരം കൈക്കൊള്ളട്ടെ. ഇവരാഹാരം കഴിക്കാൻ വാങ്ങാനായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉറവയിൽ വെള്ളം കോരാൻ ഒരു സ്ത്രീ വരിക. ആ സ്ത്രീയോട് കർത്താവ് ചോദിക്കുക, എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണം, ന്യായമായ ഒരു ആവശ്യമാണ്. പക്ഷെ ആ സ്ത്രീ ചോദിക്കുക, അങ്ങ് യഹൂദനായിരിക്കെ ശമരിയക്കാരിയായി എന്നോട് എന്തിനാ വെള്ളം ചോദിക്കുന്നേ? ഉടനെ കർത്താവ് പറഞ്ഞു, എടി വെങ്കൊച്ചേ, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം തരികയും ചെയ്തേനെ. ഉടനെ അവള് പറഞ്ഞു, യജമാനനെ, ഉറവ ആഴമുള്ളതാ, കിണർ ആഴമുള്ളതാ, കോരാൻ പാത്രമില്ലല്ലോ, പിന്നെ എങ്ങനെ കോരും? നിങ്ങൾ ശ്രദ്ധിക്കണം. അവള് പറയുന്ന വെള്ളം വേറെ, ഈശോ പറയുന്ന വെള്ളം വേറെ. ഇവള് പറയുന്ന വെള്ളം എന്നും കോരുന്ന വെള്ളമാണ്. യേശു പറയുന്ന വെള്ളം നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ഉറവയെക്കുറിച്ച്. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. അവിടെ ആത്മാവിന്റെ ദാഹം തീർക്കുന്ന കാര്യമാണ് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക. സംഭാഷണം മുന്നോട്ട് നീണ്ടപ്പോൾ അവള് പറഞ്ഞു, സ്തോത്രം, എന്നാൽ കർത്താവേ, ഞാൻ ഇവിടത്തോളം വെള്ളം കോരാതിരിക്കേണ്ടതിന് എനിക്ക് ആ വെള്ളം തരണേ. സ്തോത്രം. ആ സംഭാഷണം മുമ്പോട്ട് നീന്നപ്പം കർത്താവ് അവളോട് പറയുക, സ്തോത്രം, നീ പോയി ഭർത്താവിനെ വിളിച്ചോണ്ട് പോവാ. അപ്പൊ അവള് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഭർത്താവില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനും ഭർത്താവല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. സംഭാഷണം നീണ്ടു. അവിടെ വെളിപ്പെടുത്തുക, ദൈവം ആത്മാവാ, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഉടനെ അവള് പറയാം, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു. കർത്താവ് പറയാം, ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. നിങ്ങൾ നോക്കിയേ, ഇത് പറഞ്ഞപ്പം ഒരു പിടി കൊടവുമായി വെള്ളം കോരാൻ വന്നവൾ, മലയാളി ഒരു കലം വെള്ളമെടുത്താൽ ഒരു കലമേ എടുക്കും. വെള്ളം കോരുന്ന കാണാൻ തമിഴ്നാട്ടിൽ പോകണം. തമിഴ്നാട്ടിൽ വെള്ളം കോരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ? ഒരു കുടം വെച്ചാൽ അത് നിറയുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് മറ്റൊരു കുടം വെക്കും, അതിൻ്റെ മണ്ടയ്ക്ക് മറ്റൊരു കുടം വെക്കും. ഒരു കുടം വെള്ളമെടുത്ത് ഇങ്ങനെ പിടിക്കും, ഒരു കുടം വെള്ളമെടുത്ത് ഇങ്ങനെ പിടിക്കും, 2 കയ്യിൽ 2 കുടം കൂടെ പിടിക്കും. ശ്രദ്ധിക്കണം.
ഇപ്പം മൊത്തം എത്ര കുടമായി? 3, 2, 5, 2, 7 കുടം. മലയാളി എന്ന ഓട്ടോറിക്ഷ വിളിച്ചേനി പോട്ടെ. വലിയൊരു കൊടക്കമ്പനി പോകുന്ന പോലെ ഈ കുടവെല്ലാം കൂടെ കൊണ്ട് വെള്ളം കോരാൻ വന്നവൾ സംഭാഷണം കേട്ടു. സംസാരം തുടങ്ങിയത് ഉറവേല, അവസാനിച്ചത് കുടുംബത്തിലാ, തീർന്നില്ല, പിന്നെ തൊട്ടത് ആരാധനയാ. ഇത്രയും നേരം നിന്നവൾ കുടമിട്ടേച്ച് പട്ടണത്തിലോടി. അവൾ ചെന്നേച്ച് പറയുക, പട്ടണത്തോട് പറയുക, ദേ എൻ്റെ ചരിത്രം വിവരിച്ച ഒരാളെ ഞാൻ കണ്ടിരിക്കുന്നു, അവൻ ഒരുപക്ഷെ ക്രിസ്തുവായിരിക്കാം. നിങ്ങൾ എന്നെ നോക്ക്. ഇവൾ പട്ടണത്തിൽ പോയി പരസ്യയോഗം നടത്തി പട്ടണത്തെ വിളിച്ചോണ്ട് വരുമ്പം ശിഷ്യന്മാര് സ്തോത്രം ദോശയും മുട്ടയും പൊതിഞ്ഞോണ്ട് വരിക. അവർ വന്നിട്ട് പറഞ്ഞ്, കർത്താവേ, ദേ കൂടിയ ആഹാരം ഒന്നും കിട്ടിയില്ല, കുറച്ചപ്പവും കുറച്ച് മട്ടൺ സ്റ്റൂ ഉണ്ട്, കഴിച്ചാട്ടെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളറിയാത്തത് ഞാൻ കഴിച്ചു. എന്നിട്ട് അവരോട് പറയുക, നിങ്ങൾ മുമ്പേ പറഞ്ഞല്ലോ ഇനി കൊയ്ത്തിന് കുറച്ച് കാലതാമസം ഉണ്ടെന്ന്. നിങ്ങൾ തല പൊക്ക്, ഒരു പട്ടണം ഇളകി വരുന്നു. പല പൊക്കി നോക്ക്, കൊയ്ത്തിന് പാടങ്ങൾ വിളഞ്ഞിരിക്കുന്നു. ഞാൻ ഈ ദൂതിനെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാൻ പോവുക. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ പല മനുഷ്യനെയും തല കുനിപ്പിക്കുന്നതാണ്. എന്നാൽ ഇന്ന് നിന്നോടുള്ള സന്ദേശം, കൊയ്ത്ത് കൊതിക്കുന്ന നീ തല കുനിച്ച് നിൽക്കരുത്, തല നിവർത്തി പിടിച്ചു നിൽക്കണം.